ഡ്രൈവിംഗ് ബീച്ച് എന്നറിയപ്പെടുന്ന തിക്കോടി കല്ലകത്ത് ബീച്ചിൽ 4 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ട് ഒരു ആണ്ട് തികയുകയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. തിക്കോടി കല്ലകത്ത് ബീച്ചിലെ സൂര്യാസ്തമയത്തിന് ഇരുൾമൂടിയ ദിനമായിരുന്നു കഴിഞ്ഞ റിപ്പബ്ലിക് ദിനം. 4 പേരുടെ ജീവനുകൾ കടലെടുത്തപ്പോൾ വിറങ്ങലിച്ച് നിന്ന കടൽ തീരം ഇന്നും ശാന്തമായിട്ടില്ല. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഈ വലിയ തീരത്തിന് ഇന്നും സംരക്ഷണം അകലെ തന്നെയാണ്. ദുരന്ത സമയത്തെത്തിയ ജനപ്രതിനിധികളുടെ പ്രഖ്യാപനങ്ങളും ചെറിയ ഇടപെടലുകളും മാത്രമായി ചുരുങ്ങി. തിക്കോടി ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഗാർഡുകളെ നിയമിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. 5 പേരാണ് ഈ വലിയ തീരത്തിന് കാവലായി പഞ്ചായത്ത് നിയോഗിച്ചത്. ഇവർക്കാകട്ടെ യാതൊരു ആനുകൂല്യങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല. മുണ്ടേരി സ്വദേശി ഫൈസൽ, വിനീഷ്, അനീസ, വാണി എന്നിവരായിരുന്നു മരണപ്പെട്ടത്. കഴിഞ്ഞ വർഷം അവധി ദിവസമായ ഞായറാഴ്ച രാവിലെ കോഴിക്കോട്ടേക്ക് ടൂർ പോയതായിരുന്നു. വയനാട്ടിലേക്ക് തിരികെ വരുമ്പോൾ ബീച്ചിൽ കയറിയപ്പോഴായിരുന്നു അപകടം. അവധിയായതിനാൽ ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ 5 പേർ തിരയിൽ വീഴുകയും ഒരാൾ രക്ഷപ്പെടുകയുമായിരുന്നു. വലിയ ദുരന്തം കഴിഞ്ഞിട്ട് ഒരാണ്ട് പിന്നിടുമ്പോൾ കണ്ണു തുറക്കാത്ത ഭരണകൂടത്തോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം ഓടിയെത്തുന്നതിനേക്കാൾ നഷ്ടപ്പെടാതിരിക്കാൻ അതിവേഗം എന്ത് ചെയ്യാൻ പറ്റും